എല്ലാവർക്കും നമസ്കാരം. ഡബ്ലിൻ ബല്ലുവേഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വലിയ ഒരു സ്വാഗതം കേട്ടോ. സോ നമ്മൾ ഇന്ന് ജസ്റ്റ് നോക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് ബന്ധങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. സോ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നുള്ള ഒരു തോട്ട് ആണ് നമുക്ക് ഈ ഒരു ജസ്റ്റ് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ലൈഫിന്റെ ഭാഗമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്റെ സർക്കിളിന്റെ ഭാഗമായിട്ടോ ഒക്കെ നമ്മുടെ അടുത്തേക്ക് പുതിയ പുതിയ ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് തരാറുണ്ടല്ലേ. ചില സമയങ്ങളിൽ യാദൃശ്ചികമായിട്ടാവാം, ചില സമയങ്ങളിൽ നമ്മളത് എന്താ പറയാ യാദൃശ്ചികമല്ലാതെ തന്നെ നമ്മുടെ ലൈഫിലേക്ക് വന്ന് ചേരുന്ന ആളുകളൊക്കെ ഉണ്ടല്ലേ. ചിലപ്പോഴൊക്കെ ആ ബന്ധങ്ങൾ കുറെ അധികം നീണ്ടു നിൽക്കും, ചിലപ്പോഴൊക്കെ വളരെയധികം പെട്ടെന്ന് ആ ബന്ധങ്ങളൊക്കെ പൊട്ടിപ്പോവാറുമുണ്ടല്ലേ. അങ്ങനെ പല ബന്ധങ്ങളുടെ ഒരു സമന്വയം തന്നെയാണ് നമ്മളുടെ ഒരു ഫ്രണ്ട്ഷിപ്പും നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്റെ സർക്കിളും നമ്മുടെ ജീവിതമൊക്കെ ആയിട്ട് മാറുന്നത്. അപ്പം അങ്ങനെ വരുന്ന ചില ബന്ധങ്ങളൊക്കെ നമ്മുടെ ലൈഫിലേക്ക് അങ്ങനെ കടന്നു വരുന്ന ബന്ധങ്ങൾ ചിലപ്പോഴൊക്കെ നമ്മൾ നല്ല തേച്ച് മിനുക്കി നല്ല ഹാർഡായിട്ട് നമ്മുടെ കൂടെ തന്നെ കൊണ്ടു നടക്കാറുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ ഒരു വിചാരിക്കുന്നത് നമ്മുടെ ആ ഒരു വന്നു ചേർന്ന ആ ഒരു ബന്ധം അല്ലെന്നുണ്ടെങ്കിൽ ആ വന്നു ചേർന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് നമ്മൾക്ക് ഒത്തിരി എന്താ പറയുക വാല്യൂ ഉള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ്, അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് കൊണ്ടു നടക്കേണ്ട ഒരു ഫ്രണ്ട്ഷിപ്പാണെന്ന് തോന്നലിൽ നമ്മൾ കൊണ്ടു നടക്കാൻ തോന്നും. ഒരുപക്ഷെ ഒരു അനിയത്തിയായിട്ടായിരിക്കും, ഒരുപക്ഷെ ഒരു ചേട്ടത്തിയായിട്ടായിരിക്കും, ഒരുപക്ഷെ നമ്മുടെ ബ്രദറായിട്ടായിരിക്കും, നമ്മുടെ എന്താ പറയുക സിസ്റ്റർ ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ കൂട്ടുകാരനായിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ടൊക്കെ നമ്മൾ അത്രയും പരിശുദ്ധമായിട്ട് അത് കൊണ്ടു നടക്കാറുണ്ടല്ലേ. കൊണ്ടു നടന്ന് നമ്മൾ അങ്ങനെയൊക്കെ നമുക്കിപ്പോൾ ഒരു എന്താ പറയുക ഒരു പോസിറ്റീവ് അപ്രോച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു അവരെക്കുറിച്ച് നമുക്കൊരു ഭയങ്കര നല്ലൊരു അപ്രോച്ചൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും അല്ലേ. അപ്പം അങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞ് നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോഴായിരിക്കും നമ്മുടെ ഈ മനസ്സിലുണ്ടാകുന്ന ആ ഒരു കാര്യങ്ങൾ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മുടെ മനസ്സിൽ തെറ്റുമൊക്കെ ചെയ്യുന്നത്. ഒരു പക്ഷേ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന കുറെ ഫാക്ട്സ് ഒക്കെ ബേസ് ചെയ്തുകൊണ്ടാവാം, അല്ലെന്നുണ്ടെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പേരിലാവാം, അല്ലെങ്കിൽ നമ്മുടെ തെറ്റിദ്ധാരണ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മളോട് അവർ ചെയ്ത എന്തെങ്കിലും കാര്യത്തെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ കാണിക്കുന്ന ഒരു അകൽച്ചയാവാം. അങ്ങനെ പല റീസൺസ് കൊണ്ട് നമ്മൾ ആ വ്യക്തിയെ നമ്മുടെ ഒരുപക്ഷെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തും ചില സമയങ്ങളിലൊക്കെ. ചിലപ്പം അത് അവരുടെ ചോയ്സ് ആവാം, ചിലപ്പോൾ നമ്മുടെ സാഹചര്യമാവാം, ചിലപ്പോൾ നമ്മളുടെ മനസ്സിൽ അവരെ കുറിച്ചുണ്ടായിരുന്ന ആ തോന്നലിൽ നിന്ന് കുറച്ച് വ്യത്യാസമൊക്കെ വരുമ്പോഴായിരിക്കാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ ആ വ്യക്തിയെ മാറ്റി നിർത്തും പൂർണ്ണമായിട്ട്. പക്ഷേ അവർക്ക് അവരുടെ സൈഡിൽ എന്താ തോന്നണേന്നൊന്നും നമ്മൾ ഒരുപക്ഷെ ചിന്തിച്ചെന്ന് വരത്തില്ല. ഒരുപക്ഷെ നമ്മൾ അവരിൽ നിന്ന് അകന്ന് വന്നത് നമ്മൾക്ക് കുറച്ചും കൂടെ നന്നായി നമുക്ക് തോന്നും ആയിരിക്കും ഒരുപക്ഷെ. അങ്ങനെ പല സിറ്റുവേഷൻസിലും നമ്മളെ ആളുകൾ ഒഴിവാക്കാറുണ്ട്, ആളുകളെ കൂട്ടിച്ചേർക്കാറൊക്കെ ഉണ്ടല്ലേ. ചിലപ്പോഴൊക്കെ നമ്മൾ ആ അകൽച്ച കീപ്പ് ചെയ്യുന്നത് നമ്മൾക്ക് തന്നെ കുറച്ച് നല്ലതായിട്ട് വരാറുണ്ട്. ചില സമയങ്ങളിൽ ഓഫ് കോഴ്സ് നമ്മൾ ആ ഒരു അകൽച്ച കീപ്പ് ചെയ്യുന്നത് നമ്മൾ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ അകൽച്ച കീപ്പ് ചെയ്യുന്നത് നമുക്ക് എപ്പോഴും ഉചിതമായിട്ടുള്ള കാര്യം തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്യാറ്. അപ്പം ഇങ്ങനെ നമ്മുടെ ലൈഫിൽ നിന്ന് പോയ ആളുകൾ ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് കയറി അങ്ങ് ചിലപ്പോൾ നിരങ്ങും, ഇല്ലെന്നുണ്ടെങ്കിൽ കയറി വന്ന് നമ്മളെ ബുദ്ധിമുട്ടിക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ കയറി വന്ന് കുറെ നോണയൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച് നമ്മളെ അങ്ങോട്ട് ബുദ്ധിമുട്ടിച്ച് നമ്മളങ്ങ് അടിച്ച് താഴ്ത്താനൊക്കെ ചില സമയങ്ങളിൽ ശ്രമിക്കാറുണ്ടല്ലേ. ഒരു സമയത്ത് നമുക്ക് അവർ വേണ്ട പ്രിയപ്പെട്ടവരാണെന്ന് നമ്മുടെ ഒരു ചില സമയത്ത് നമുക്കുണ്ടായ തോട്ട്സ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ അവർക്ക് അവർ ശരിയല്ലാന്ന് നമുക്ക് തോന്നിയത് കൊണ്ടോ ഒക്കെ നമ്മൾ അകലം പാലിച്ചതായിരിക്കും. പിന്നെയും ലൈഫിലേക്ക് ഇട സമയങ്ങളിലൊക്കെ കടന്നു വന്ന് നമ്മളെ ബുദ്ധിമുട്ടിക്കുകയൊക്കെ ചെയ്തതിനു ശേഷം തിരിച്ചറിയുന്ന ഒരു സമയമുണ്ട്. ആ പോയ ഒരാള് അല്ലെങ്കിൽ ആ ഒരു കടന്നുപോയ ഒരാള് നല്ലതായിരുന്നു എന്ന് തോന്നുന്ന ഒരു സമയം അവർക്ക്, ഞാൻ പറഞ്ഞ ആള് ആരൊക്കെയാണോ അവർക്ക് തോന്നുന്ന ഒരു സമയം, വിച്ച് ഇസ് റിയലി അമേസിങ് ആക്ച്വലി അല്ലെ. ആ ഒരു ഫീലിംഗ് നമ്മളെ നല്ലതായിരുന്നു എന്ന് തോന്നേണ്ട ഒരു സമയത്തുണ്ടാകുന്ന ആ ഒരു ഫീലിംഗ് which is really really challenging. So that makes that real person more beautiful, more valuable, like in a sense. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പ്യുവറായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഒരു വിഷമമാണ് കേട്ടോ. ആ ടൈമിൽ കടന്നു പോകുന്ന സമയത്ത് നമ്മളെ വിട്ട് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് മാറി നിൽക്കുമ്പം ആ തോന്നുന്ന ഒരു വിഷമം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ആ ഉദ്ദേശിക്കുന്ന ആൾ ഇതെല്ലാം റിയലൈസ് ചെയ്യുന്ന ഒരു സമയമുണ്ട്, വിച്ച് മേക്സ് യു ഡിഫറെന്റ് ആക്ച്വലി, വിച്ച് മേക്സ് you as a valuable person in front of everyone. That makes all the difference. Like നമ്മുടെ ഹാർട്ട് പ്യൂർ ആണ്, നമ്മൾ കൊടുക്കുന്ന ആ ഒരു കെയർ പ്യൂർ ആണ്, നമ്മൾ കൊടുക്കുന്ന ആ ഒരു അറ്റാച്ച്മെന്റ് ക്ലിയർ ആണ്, അതിന് വേറൊരു എന്താ പറയുക ഒരു ബാഡ് ഉദ്ദേശമില്ല എന്നുണ്ടെങ്കിൽ യു ആർ റിയലി ഗ്രേറ്റ് എന്ന് തന്നെ നമ്മൾ ചിന്തിക്കണം കേട്ടോ. അപ്പം അങ്ങനെ ഉള്ള ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ആളുകൾ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറെ എന്താ പറയുക അതിന് പ്രത്യേക ഒരു വേർഡ് ഞാൻ കറക്റ്റായിട്ട് മറന്നുപോയി ആ പേരെന്താന്ന്. അങ്ങനെ ടോക്സിക് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി ശരിക്കും നിർത്തിയേക്കണം. അവർ നമ്മൾ അടുപ്പിക്കാനേ പാടില്ല.
ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരുന്ന ഏത് തരം ബന്ധങ്ങളോ ആയിക്കോട്ടെ, എന്ത് ബന്ധങ്ങളോ ആയിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന ഓരോ ബന്ധങ്ങളും നമ്മൾ ഓടിപ്പോയിട്ട് നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മളെ മൈൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ നമ്മുടെ ഹൃദയമോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സോ ഒന്നും ആർക്കും കൊടുക്കാൻ പാടില്ല. കുറെ ടൈം എടുക്കുക. യു ഷുഡ് ടേക്ക് യുവർ ഓൺ ടൈം ടു തിങ്ക് അബൌട്ട് ദാറ്റ് പർട്ടിക്കുലർ റിലേഷൻഷിപ്പ് ഓർ any sort of relationship. You take your own time and think about it and give your investment after that. അതർവൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കൊരു നല്ലൊരു വിഷമോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു എന്താ പറയുക, ഒരു ഷോക്കൊക്കെ ആയിരിക്കും നമുക്കത് തരാനായിട്ട് പോകുന്നത്. അപ്പം ഏത് തരം ബന്ധങ്ങളായിക്കോട്ടെ, നമ്മുടെ ഭാഗത്തേക്ക് കടന്നു വരുന്ന ബന്ധങ്ങൾ എന്തെങ്കിലും ആയിക്കോട്ടെ, ഏത് ബന്ധങ്ങളാണെങ്കിലും ടൈം എടുത്തൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് ജസ്റ്റ് ഗീവ് സം ടൈം ടു തിങ്ക് അബൌട്ട് ഇറ്റ് ആൻഡ് ഗോ എന്ന് ഞാൻ പറയത്തുള്ളൂ. അപ്പം